പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ ലൈംഗിക പീഡനാരോപണ കേസിൽ പുതിയ വെളിപ്പെടുത്തലുകളുമായി ഫെനി നൈനാൻ രംഗത്ത്. മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മ പുറത്തുവിട്ട സ്ക്രീൻഷോട്ടുകളിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഫെനിയുടെ വിമർശനം. ക്രൂരമായ ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന് പറയുന്ന പരാതിക്കാരി ആരോപണ വിധേയനായ വ്യക്തിക്ക് പണവും സമ്മാനങ്ങളും നൽകിയതിലെ യുക്തിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. പരാതിക്കാരി തനിക്ക് പണം അയച്ചിട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് ഫെനി നൈനാൻ ചൂണ്ടിക്കാണിക്കുന്നു. മറിച്ച് താൻ പണം ആവശ്യപ്പെട്ടതിന്റെ തെളിവ് പുറത്തുവിടാനാണ് അദ്ദേഹം വെല്ലുവിളിച്ചത്. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ലക്ഷ്മി പത്മ തയ്യാറാണോ എന്ന് ഫെനി ചോദിക്കുന്നു. ലക്ഷ്മി പത്മ പുറത്തുവിട്ട സ്ക്രീൻഷോട്ടുകളിൽ പരാതിക്കാരി രാഹുലിനായി വാങ്ങിയ സാധനങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട്. ഷാംപൂ, ഫേസ് വാഷ്, കസ്റ്റമൈസ്ഡ് കീ ചെയിൻ, വാച്ച്, ചെരുപ്പ്, ഗോട്ട് മിൽക്ക് എന്നിവയാണ് സമ്മാനങ്ങളായി അയച്ചത്. പണം 3 തവണകളായി അയച്ച 20,000 രൂപയുടെ സ്ക്രീൻഷോട്ടുകൾ. ലക്ഷ്മി പത്മ പങ്കുവച്ച സ്ക്രീൻഷോട്ടുകളിൽ പണം അയച്ച ഒരു പ്രത്യേക തീയതി മാത്രം മറച്ചുവെച്ചത് എന്തിനാണെന്ന് ഫെനി നൈനാൻ തുറന്നു കാണിക്കുന്നു. ഏപ്രിൽ 14, 2024 നിങ്ങൾ മറച്ച ആ തീയതി. ഏപ്രിൽ 8 ക്രൂരമായ ബലാത്സംഗം നടന്നതെന്ന് പരാതിക്കാരി ആരോപിക്കുന്നു. ബലാത്സംഗം നടന്ന് 6-ാം ദിവസം ആ മുറിവ് മായുന്നതിന് മുൻപേ ആരോപണ വിധേയന് 10,000 രൂപ അയച്ചു കൊടുത്തതിലെ ലോജിക് താങ്കൾക്ക് പോലും ദഹിക്കാത്തതുകൊണ്ടാണോ തീയതി മറച്ചത്? ഫെനി നൈനാൻ ചോദിക്കുന്നു. ബലാത്സംഗം ചെയ്യുകയും മുഖത്ത് തുപ്പുകയും ചെയ്ത ഒരാൾക്ക് പിന്നീട് ഇത്രയധികം സമ്മാനങ്ങളും പണവും അയച്ചു കൊടുക്കുന്നതിലെ അസ്വാഭാവികതയാണ് ഈ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത്. പണം അയച്ച തീയതി ബോധപൂർവം മറച്ചുവെച്ചത് പീഡനാരോപണത്തെ പ്രതിരോധത്തിലാക്കുമെന്ന ഭയത്താലാണോ എന്ന സംശയവും ഫെനി നൈനാൻ ഉന്നയിക്കുന്നു. അതേസമയം ലക്ഷ്മി പത്മ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ 24 മാധ്യമപ്രവർത്തകൻ ഹാഷ്മി താജ് ഇബ്രാഹിം ചോദിക്കാതെ പോയ ചില ചോദ്യങ്ങൾ, സമാഹരിക്കാതെ പോയ തെളിവുകൾ. 1. മൂന്നാമത്തെ പരാതിക്കാരിയിൽ നിന്നും സാമ്പത്തികവും സമ്മാനങ്ങളും സ്വീകരിച്ചില്ല എങ്കിൽ അവർ നടത്തിയിരിക്കുന്ന ബാങ്ക് ട്രാൻസ്ഫറുകളും അതുപോലെ ഓൺലൈൻ പർച്ചേസുകളും കൊറിയർ ഡീറ്റെയിലുകളും എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരിലേക്ക് ആകുന്നത്? കോടതി സമക്ഷമുള്ള തെളിവുകളാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. 2. അതിജീവിതകൾക്കെതിരെ ദുർബല വാദമുഖങ്ങൾ ഉയർത്താൻ ഒരു മടിയും കാണിക്കാത്ത രാഹുൽ എന്തുകൊണ്ടാണ് ഗർഭചിത്രം അടക്കമുള്ള ഗുരുതര പരാതികളെക്കുറിച്ച് മിണ്ടാത്തത്? 3. തനിക്ക് ഉത്തരം ഇല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവയെല്ലാം കോടതിയുടെ പരിഗണനയിൽ അല്ലേ എന്ന് ഉരുളുന്ന രാഹുൽ കോടതിയുടെ പരിഗണനയിൽ തെളിവുകളായി ഇരിക്കുന്ന ചാറ്റുകളെപ്പറ്റി തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയുന്നത് എങ്ങനെ? 4. പാലക്കാട്ടുകാരി അല്ലാത്ത 3-ാം പരാതിക്കാരിയെ എന്തിന് രാഹുൽ ഫ്ളാറ്റ് വാങ്ങലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബിൽടെക് ഗ്രൂപ്പുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തണം? 5. തന്റെ ഫ്ളാറ്റിലേക്ക് വരുന്നത് സേഫാണെന്ന് കരുതിയാണ് 3-ാം പരാതിക്കാരി അവിടേക്ക് വരാമെന്ന് ഏറ്റതെങ്കിൽ എന്തിനാണ് അവർ അവരുടെ സുഹൃത്തിനെയും രാഹുലിന്റെ സുഹൃത്തായ ഫെനിയെയും ഒപ്പം കൂട്ടണമെന്ന് ഈ ചാറ്റുകളിൽ പറയുന്നത്? കോടതിയിൽ തെളിവായിരിക്കുന്ന ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളും ലക്ഷ്മി പത്മ പങ്കുവച്ചിട്ടുണ്ട്. 6. പരാതിപ്പെട്ട 3 പേരുമായും ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ബന്ധമെന്ന് രാഹുൽ പറയുമ്പോഴും ഒരു രാഷ്ട്രീയ നേതാവിന് ഒരേ സമയം ഇതൊക്കെ സാധ്യമാകുമെന്ന് ധാർമ്മികമായ ചോദ്യം. ഈ കേസുകൾ നേരാവണ്ണം പഠിച്ചെങ്കിൽ ഹാഷ്മിക്ക് അതിന് ആകുമായിരുന്നു. അത്യന്തം നിഷ്ഠൂരമായ ലൈംഗിക അതിക്രമങ്ങൾ മാധ്യമമേഖലയിൽ തന്നെയുള്ള മറ്റ് സ്ത്രീകൾക്കെതിരെ ഉണ്ടായി എന്നറിഞ്ഞിട്ടും അവയിലേക്കൊന്നും പരോക്ഷമായ ഒരു ചോദ്യമുന പോലും ഹാഷ്മിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? അതിജീവിതകൾ സൈബർ ഇടങ്ങളിലും അല്ലാതെയും നേരിടുന്ന ആക്രമണങ്ങൾ നേരിട്ടറിയാവുന്ന ഹാഷ്മി അവരൊക്കെ മരണക്കയത്തിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കുന്നതിന്റെ അധ്വാനം കുറെയൊക്കെ മനസ്സിലായ ഹാഷ്മി അവരുടെ എല്ലാം ചങ്ക് തകരുമെന്ന് നല്ല ഉറപ്പുണ്ടായിട്ടും ഇങ്ങനെ ഒരു വേട്ടക്കാരന് സ്പേസ് ഒരുക്കും മുമ്പ് മിനിമം ഹോംവർക്ക് ചെയ്യണമായിരുന്നു. ശ്വാസമെടുക്കാതെ നിങ്ങൾ നടത്തുന്ന ധാർമ്മിക പ്രസംഗങ്ങളിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുറിവേറ്റ ഈ മനുഷ്യരെ കൂടി ഒന്ന് കേൾക്കണമായിരുന്നു.